Can anyone become a trainer without certification? ക്യാൻ എനിവൺ ബിക്കം ട്രെയിനർ വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് തിരിച്ചും ചോദിക്കാം. ക്യാൻ എനിവൺ ബിക്കം ട്രെയിനർ വിത്ത് സർട്ടിഫിക്കേഷൻ? ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് നമ്മൾ പല ഇത് ശരി അത് ശരി അല്ലെ ഇന്നതാണ് ശരി എന്ന് പറയുന്ന സമയത്ത് ഗൈഡ് ലൈൻസ് ആണ് ശരി എന്ന് പറഞ്ഞ് അത് ഊന്നി സംസാരിക്കുന്ന സമയത്ത് ജനറൽ പബ്ലിക് അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഇത് വളരെ പാഷനേറ്റ് ആയിട്ട് വന്ന ആൾക്കാരായിരിക്കും. ഒരു ദിവസം എക്സസൈസ് ചെയ്യാണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയല്ല ഒരു 50-ാം വയസ്സിൽ 3ാമത്തെ സ്റ്റെയർ കേസിലേക്ക് കയറി വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ മൈൻഡിൽ ജിം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ ഫിറ്റ്നസ് ഇൻഡസ്ട്രി ടുഡേ? വെൽക്കം ടു ഗ്രീൻസ് ഫിറ്റ്നസ് അക്കാദമി പോഡ്കാസ്റ്റ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു പോഡ്കാസ്റ്റാണിത്. നമുക്ക് രാമേന്ദ്ര സാർ ഇവിടെ ഉണ്ട്. രാമേന്ദ്ര സാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു പുതിയ ട്രെയിനർക്ക് ഒരു അടുത്ത ചുവട് വെക്കാനും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ട്രെയിനറായിട്ട് ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനും ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് രാമേന്ദ്ര സാറിന് ചോദിക്കാം. സോ ഒന്നാമത്തെ ചോദ്യം വരുന്നത്, സർ, വൈ ഡു സം ട്രെയിനേഴ്സ് ട്രാൻസ്ഫോം ലീവ്സ് വൈൽ അതർ കൗണ്ട് റെപ്സ്? എന്തുകൊണ്ടാണ് ചില ട്രെയിനേഴ്സിൻ്റെ ക്ലയൻറ്റിൽ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ട്രെയിനേഴ്സിന് പറ്റുന്നത്? എന്തുകൊണ്ട് ചില ട്രെയിനേഴ്സ് എക്സസൈസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ റെപ്സും സെറ്റ്സും വെയിറ്റും ഒക്കെ നോക്കി നടക്കും? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രെയിനേഴ്സിൻ്റെ ഗോള് ആളുകളുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യാനുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞ ഒരു പേഴ്സണൽ ട്രെയിനറുടെ ഗോൾ. നോർമലി ആളുകൾ ഫിസിക്കൽ കണ്ടീഷൻസിൽ മാത്രമേ ശ്രദ്ധ ചെലുത്താറുള്ളൂ. അവരുടെ ബോഡി ഔട്ട് നമുക്ക് പുറത്തേക്ക് ഷോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഫിറ്റാണെന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് വളർത്തിയെടുക്കുക, ഒരു കോമ്പറ്റീഷൻ മോഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിലേക്ക് അപ്പുറം ബോഡി ആൻഡ് മൈൻഡ് എൻ്റെ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ടൂൾസാണെന്നും അതിനെ കറക്റ്റായിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നും അതിനുള്ള സ്ട്രാറ്റജീസ് ക്ലിയർലി മനസ്സിലാക്കി. ഓരോ ഹ്യൂമൻ ബീയിങ്സും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഹെൽത്ത് ബിഹേവിയർ സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയിട്ട് ഒരു ട്രെയിനർ ട്രെയിനിങ് തുടങ്ങുമ്പോഴാണ് അയാൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് നമുക്ക് ശാരീരികമായ എക്സസൈസ് കൊടുക്കാം. അതൊരു പേഴ്സണൽ ട്രെയിനിങ് മെത്തേഡല്ല. അതായത് ബേസിക്കലി പറഞ്ഞു വരുന്നത്, ജസ്റ്റ് വെറുതെ ആളുകളെ റെപ്സ് കൗണ്ട് ചെയ്ത് ജിമ്മിൽ പോയിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി ലൈക്ക് അവരുടെ അടുത്ത് ഒരുപാട് അല്ല, അങ്ങനെയല്ല. റെപ്സ് കൗണ്ട് ചെയ്യുന്നത് അത് ഒരു എന്താ പറയുന്നത് ആലങ്കാരികമായി പറഞ്ഞെന്നുള്ളൂ. ഇപ്പം വളരെ കമ്മിറ്റഡ് ആയിട്ട് എക്സസൈസ് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അവർ അവരുടെ ക്ലയൻസ് നിൽക്കുന്നതിനെ കുറിച്ചിട്ടോ അവരുടെ എക്സസൈസിനെ കുറിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടോ അവരുടെ ജീവിതത്തിൽ ഇത് വരുന്ന മാറ്റത്തിനെ കുറിച്ചിട്ടോ അവർക്ക് കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ചോ ഒന്നും ക്ലയൻറ്റ് അറിയുന്നില്ല. കാരണം ട്രെയിനറുടെ ഫോക്കസ് അതല്ല. ട്രെയിനറുടെ ഫോക്കസ് ശാരീരികമായി ബിൽഡ് ചെയ്യാന്നാണ്. ഷുവർലി അയാൾ അതിൽ സക്സസ് ആവുകയും ചെയ്യും. പക്ഷേ ക്ലയൻറ്റ് നാളെ അത് ചെയ്യണ്ടേ? നിങ്ങളൊരാളെ വെയിറ്റ് കുറച്ച് 130 കിലോ ഉള്ള ആളെ 80 ആക്കി നിങ്ങൾ. അത് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെസ്റ്റിനി അല്ല, ഇറ്റ്സ് വേ ഓഫ് ലൈഫാണ്. ആ വേ ഓഫ് ലൈഫിലേക്ക് നിങ്ങൾ അവിടെ കയറുമ്പോൾ അവർ ട്രാൻസ്ഫോം ആവും. ബട്ട് അതിലേക്ക് വലിയൊരു ശതമാനം ആളുകൾ എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. എത്തിക്കുന്നില്ല, ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഓക്കെ, എക്സസൈസ് പഠിപ്പിക്കുക, ശരീരം നന്നാക്കുക എന്നുള്ളതിനേക്കാളും എത്രയോ നല്ലൊരു പർപ്പസാണ് അയാൾ റെഗുലർ എക്സസൈസറായി മാറുക എന്നുള്ളത്. ഏത് ടൈപ്പ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെ നിങ്ങൾ ബോഡിയെ കെയർ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും അത് പോസിറ്റീവ് എഫക്റ്റ് തരും നിങ്ങൾക്ക്. പക്ഷേ ഇതൊക്കെ ഷോർട്ട് ലീവ്ഡ് ആണെന്നുള്ളതാണ്. ആ ഷോർട്ട് ലീവ്ഡ് ആവാനുള്ള കാരണം ട്രെയിനേഴ്സിന് ഹെൽപ്പ് ബിഹേവിയർ സ്ട്രാറ്റജീസ് അറിയില്ല. ഒരാളെങ്ങനെയാണ് ഇൻറ്റൻസിങ് ആക്കേണ്ടതെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചില ട്രെയിനേഴ്സ് ചില ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. അതേ സ്ഥാനത്ത് മറ്റുള്ളവർ ജസ്റ്റ് അവർക്ക് ഒരു എക്സസൈസ് കൊടുത്ത് ചില സമയത്ത് അവർ കട്ട് ഓഫ് ആയിട്ട് പോകുന്നത്. ഓക്കെ 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 ദാറ്റ്സ് എ വെരി വണ്ടർഫുൾ ആൻസർ. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ, ഓക്കെ, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ ഫിറ്റ്നസ് ഇൻഡസ്ട്രി ടുഡേ? യെസ്, ഇത് തന്നെയാണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. എഫേർട്സ് ആർ ഷോർട്ട് ലീവ്ഡ്. ക്വിക്ക് ഫിക്സിനാണ് എല്ലാവരും താല്പര്യം. പെട്ടെന്ന് ശരീരം ഉണ്ടാക്കുക, പെട്ടെന്ന് എന്താ പറയണ്ടത്, ഇതെന്തോ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ്. അതെത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. അപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഹൈറോക്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ജീവിതത്തിന് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാളുടെ ജീവിതത്തിന് ഇമ്പാക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ബോഡി ആൻഡ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ആ മൈൻഡ് ഒഴിച്ചിട്ട് ബോഡിയെ എക്സാക്ട്ലി മാറ്റിയെടുക്കാൻ വേണ്ടി ഫിറ്റ്നസ് ഇൻഡസ്ട്രീന് പറ്റും. അതിൻ്റെ കൂടെ ഈ എന്ന് പറഞ്ഞാൽ മൈൻഡിൻ്റെ ഹെൽത്ത് ബിഹേവിയർ സ്ട്രാറ്റജീസൊക്കെ അപ്ലൈ ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽ ഇതൊരു മെക്കാനിക്കൽ ഇതെല്ലാം മനസ്സിലാക്കുക. ട്രെയിനിങ് ഒരിക്കലും ഒരു മെക്കാനിക്കൽ. യു ആർ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഡിഫറെൻ്റ് ആണ്.
എനിക്ക് അതിനോട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് ഒരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ, അതായത് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഈ ട്രെയിനേഴ്സ് ബേസിക്കലി അവർ ചെറുപ്പം മുതലേ അതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ലൈക്ക് അവർക്ക് ഇതിനോട് വേറെ ആരും പറഞ്ഞു കൊടുക്കാതെ പുഷ് ചെയ്യാതെ അവർക്ക് എക്സസൈസ് ചെയ്യാനും സ്വന്തം ബോഡി ട്രാൻസ്ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. പക്ഷെ അവരിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ബേസിക്കലി വേറൊരു പാറ്റേണിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അവർ ഇത്രയും കാലമായിട്ട് ഫോളോ ചെയ്തിട്ട് എന്നുള്ളത് എന്താണോ അത് തന്നെയാണ് ഇനിയായിട്ട് ഫ്യൂച്ചറിൽ ഫോളോ ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മളൊരു ലൈക്ക് അവർ ഫോളോ ചെയ്തിട്ടുള്ള എക്സസൈസോ ഡയറ്റോ മാത്രം അവർക്ക് അടിച്ചേൽപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക്കലി സയൻസ് ബേസ്ഡ് നോളജ് യൂസ് ചെയ്തിട്ട് അവരെ എന്താ തന്ത്രപൂർവ്വം മാറ്റിയെടുക്കാം. അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഫിറ്റ്നസ് ട്രെയിനിങ് മോഡലിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന റിപ്പോർട്ടും ട്രസ്റ്റ് എമ്പതിയ എക്സസൈസിൻ്റെ കാര്യം പറയുന്നല്ലോ അവിടെ. ഒരു തരത്തിലുള്ള ട്രെയിനറുടെ ഇതിന് നമുക്ക് എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യാസി പറഞ്ഞ പോലെ ഇത് വളരെ പാഷനേറ്റ് ആയിട്ട് വന്ന ആൾക്കാരായിരിക്കും. ഒരു ദിവസം എക്സസൈസ് ചെയ്യാണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയല്ല ഒരു 50-ാം വയസ്സിൽ 3ാമത്തെ സ്റ്റെയർ കേസിലേക്ക് കയറി വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ മൈൻഡിൽ ജിം എന്ന് പറയുന്നത് ഉള്ളത്. അപ്പോൾ അയാളെന്താണോ, അയാളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അവർ പറയുന്ന കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട്, അവർക്ക് പറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അതെ, ഒരു ഉദാഹരണം പറയണേ. എൻ്റെ റീസെൻ്റ്ലി ഒരു കുറച്ച് മുമ്പ് എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞ് ലൈക്ക് അയാളെ BMI ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 20 കിലോ കുറയ്ക്കാനുണ്ട്. പക്ഷേ അയാളുടെ മെൻ്റലി ഡീപ്പ് ഡൗൺ ഞാൻ അവരെ അസസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കേസ്, അവരുടെ ഗോള് എനിക്ക് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേക്കണം എന്നുള്ളതാണ്. സോ ഞാൻ അവരെ 20 കിലോ കുറയ്ക്കുന്നതിൽ ട്രൈ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അവരെ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേൽപ്പിക്കാൻ സഹായിക്കുകയാണ് ഇനീഷ്യലി ചെയ്യേണ്ടത്. സോ ഒബ്വിയസ്ലി അവർ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ആവും, അവർ കൺസിസ്റ്റൻറ്റ്. അതാദ്യം അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 20 കിലോ അച്ചീവ് ചെയ്യിക്കാനുള്ള ആ എനർജി അവരുള്ളിൽ നിന്ന് വരും. അപ്പോൾ അതായത് മനസ്സിലായത് ആ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് സാധനം കൊടുക്കണം എന്നുള്ളതാണ്. So that's a wonderful one. Like about fitness industry in a nutshell, like ക്ലയന്റ് അഡയർനെസ് ആണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. റൊട്ടേഷനാണ് നടക്കുന്നത്. ഒരു പേഴ്സണൽ ട്രെയിനർ എടുത്ത് നോക്കുക, ഒരു പേഴ്സണൽ ട്രെയിനർക്ക് ഒരു ഇയർലി വരുന്ന ക്ലയൻസ് നോക്കുക. ഈ മാസം എനിക്കൊരു 12 ക്ലയൻ്റ് ഉണ്ട്. ഒരു 6 മാസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് 12 ക്ലയൻസ് ഉണ്ടാവും. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ക്ലയൻസ് ആണ്. യെസ്, ഈ 12 ക്ലയൻസ് അല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു റൊട്ടേഷനാണ്. നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണം. മാർക്കറ്റ് ആലോചിച്ച് നോക്കും, നിങ്ങളെടുത്ത് 12 ക്ലയൻസ് വന്നു. ആ 12 ക്ലയൻസും റെഗുലർ എക്സസൈസറായി. അവർ ഇൻഡസ്ട്രിയിലുണ്ട്. ഈവൻ അവർ നിങ്ങളെ ക്ലയൻ്റ് ഒക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് പോകും. പക്ഷേ അവർ ദേ ആർ സ്റ്റിൽ ഇൻ ദ ഇൻഡസ്ട്രി. നമുക്ക് അനുകൂലമായിട്ട് വരും, ഇൻഡസ്ട്രി വളരും. ഓൾ റൈറ്റ്, താങ്ക് യു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്, ആർ മോസ്റ്റ് ട്രെയിനേഴ്സ് കോച്ചിങ് ഓർ ജസ്റ്റ് സൂപ്പർവൈസിങ് വർക്കൗട്ട്? യെസ്, സൂപ്പർവൈസിങ് വർക്കൗട്ടാണ് നമ്മുടെ ഇവിടെയുള്ള. നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ മതി. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. ഗോ ടു എ ജിം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രെയിനർ എടുത്ത് ഒരു ക്ലയൻറ്റ് വന്നിട്ട് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ശരിക്കും ഇരുന്ന് വാച്ച് ചെയ്ത് നോക്കൂ. ദേ ആർ നോട്ട് കോച്ചിങ്. വർക്കൗട്ട് ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യണം. ചെയ്യുന്ന തെറ്റാണെങ്കിൽ ലിംബ് പൊസിഷൻ തെറ്റാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതല്ലാതെ ക്ലയൻറ്റിനെ ഇരുത്തി അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്കൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേ കോച്ചിങ് ആവുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അതാണ് എല്ലാ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും പഠിപ്പിക്കുന്നത്. അതാണ് ട്രെയിനേഴ്സ് പഠിക്കേണ്ടത്. സോ രാമേട്ടൻ പറഞ്ഞു വരുന്നത് ബേസിക്കലി ഈ സൂപ്പർവൈസിങ് മാത്രമല്ല, ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് പ്രോഗ്രാംസ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പ്രോഗ്രാം സോ ഉണ്ടാക്കണം, ലൈക്ക് അതിന്റെ ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യണം, ദെൻ സെൽഫ് മോണിറ്ററിംഗ് സ്ട്രാറ്റജി പഠിപ്പിക്കണം. വേറൊരു കാര്യം, ഗൈഡ് ലൈൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ഗൈഡ് ലൈൻസ്, ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. 3 to 5 days കാർഡിയോ ചെയ്യണം, 2 to 3 days ഇത് കൊടുക്കണം, ഇത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണമെന്ന്. എന്നിട്ട് അവർ പറയുന്നൊരു ലാസ്റ്റ് വേർഡ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാൻ പറ്റണമെന്നുള്ളത് ക്ലയൻറ്റ് അനുസരിച്ചിട്ട് മാറും. 3 to 5 days കാർഡിയോ ചെയ്യണം, ക്ലയൻറ്റ് 2 ദിവസം പോലും ജിമ്മിൽ വരാൻ തയ്യാറല്ല. എന്ത് ചെയ്യും നിങ്ങൾ? അപ്പോൾ അതിന് അങ്ങനെയാണ്. അതാണ് ആ ഇൻഡിവിജ്വലൈസ്ഡ് ഇത് വെച്ചിട്ട് എത്രത്തോളം എക്സ്പേർട്ടായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ ഞാനത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, കാരണം അത് ഇതിൽ എൻ്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇല്ലാത്തൊരു ചോദ്യമാണ്. ചോദിച്ചപ്പോൾ അത് പറയാൻ തോന്നി. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് നമ്മൾ പല ഇത് ശരി അത് ശരി അല്ലെ ഇന്നതാണ് ശരി എന്ന് പറയുന്ന സമയത്ത്, ഗൈഡ് ലൈൻസ് ആണ് ശരി എന്ന് പറഞ്ഞ് അത് ഊന്നി സംസാരിക്കുന്ന സമയത്ത് ജനറൽ പബ്ലിക് അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്യുന്നത്. ആക്ച്വലി ഇൻഡിവിജ്വലൈസ്ഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഗൈഡ് ലൈൻസ് മാറില്ലേ? ഗൈഡ് ലൈൻസിൻ്റെ ഇതിൽ നിൽക്കും. നമ്മളെ കോമൺ സെൻസ് യൂസ് ചെയ്യണം. ഇത് നോക്കണം. ഒരു മനുഷ്യനായിട്ട് എടുക്കണം.
ഗൈഡ് ലൈൻസ് ഓരോ ഗൈഡ് ലൈൻസിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് അമേരിക്കൻ വളരെ സ്പോർട്സ്മെൻസിന് ഒരു ഗൈഡ് ലൈൻസ് ഒരു പ്രിൻസിപ്പിൾസ് എന്തായാലും മാറ്റം വരുത്താൻ പറ്റില്ല. ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പറ്റും. അത് ഇൻഡിവിജ്വലിന് എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്ന് നോക്കണം. എപ്പോഴും ക്ലയൻറ്റ് അത് ചാലഞ്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ക്ലയൻറ്റിനെ നിങ്ങളിത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ക്ലയൻറ്റ് അഡയർനെസ് ഉറപ്പ് വരുത്തിയിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഈ അഡയർനെസ് ഉറപ്പ് വരുത്തുന്നതിന് ഗൈഡ് ലൈൻസ് ഫിസിക്കലല്ല നോക്കേണ്ടത്. ക്ലയൻറ്റ് പ്രോഗ്രാമിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് ഇവർ പറയുന്ന രീതിയിലുള്ള പ്രോഗ്രാം നടത്തും. ഇപ്പോൾ ഒരു സ്പോർട്സ് കോച്ചിന് അത് വളരെ ഈസിയാണ്. കാരണം അയാളുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് ട്രെയിനേഴ്സൊക്കെ ഒരു സർട്ടൻ പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ്, കമ്മിറ്റഡ് ആണ്, ദേ ആർ ഫോഴ്സ് ടു ഡു ഇറ്റ്, ദേ ഹാവ് ടു ഡു ഇറ്റ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഒരു ഇതുമില്ല. ഇന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ എന്താ പറയണ്ടത് ജിമ്മിൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളത് പോലും ഒരു ഉറപ്പില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. യെസ്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടി, അതായത് വൈ ഡു പീപ്പിൾ വർക്കൗട്ട് ഫോർ ഇയേഴ്സ് ആൻഡ് സ്റ്റിൽ ലുക്ക് ദ സെയിം? യെസ്, എക്സസൈസിൻ്റെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ശരീരം മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിനെ പ്രോഗ്രസീവ്ലി ചാലഞ്ച് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത്, ഇപ്പോൾ തെങ്ങ് കയറുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കാണുന്ന സമയത്ത് ഒരു 16 വയസ്സിലൊരു അന്ന് തെങ്ങ് കയറ്റം എന്ന് പറഞ്ഞൊരു ഇത് തന്നെ ഉണ്ട്, ഒരു പ്രൊഫഷൻ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുടുംബം ജീവിച്ചു പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ തെങ്ങ് കയറാൻ ഒരു 16 വയസ്സിലൊക്കെ ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കൊക്കെ ഒരു ഗ്രീക്ക് ഒരു യവന ഇതുമാതിരി ഉണ്ടാവും അവരുടെ ബോഡി. പക്ഷേ ഒരു 22-24 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. സെയിം തെങ്ങ് കയറ്റം ചിലപ്പോൾ അതിനേക്കാളും അധികം ചെയ്യുന്നുണ്ടാവും. ഡയറ്റ് ഒരു പരിധി വരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. സ്റ്റിൽ പ്രോഗ്രസീവ്ലി ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പ്രോഗ്രസീവ്ലി സ്ട്രെസ് ചെയ്യുമ്പോഴാണ് ബോഡി അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ എക്സസൈസിൻ്റെ. നമ്മളത് ചെയ്യാറില്ല. 6 മാസം മുമ്പ് ഞാൻ എത്ര സ്പീഡിലാണോ ട്രെഡ്മില്ലിൽ നടന്നുകൊണ്ടിരുന്നത്, എത്ര ഇതിലാണോ ചെയ്തുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വെയിറ്റാണോ പൊന്തിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാളും വളരെ കുറച്ച്. അതിന് റെക്കോർഡ് ഉണ്ടാവില്ല. പ്രോഗ്രാം ട്രാക്ക് ചെയ്യുന്നില്ല, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഗോളില്ല. നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുമ്പോഴല്ലേ നമ്മളവിടെ എത്തിച്ചേരുന്നത്. മറ്റത് വെറുതെ അലഞ്ഞു തിരിഞ്ഞ് എവിടെയും തിരിച്ചു വരികയാണ്, എവിടെയും എത്തുന്നില്ല. എക്സാക്ട്ലി. താങ്ക് യു. സോ ആ പ്രോഗ്രഷനിൽ കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ള പ്രോഗ്രഷൻ കൺസിസ്റ്റൻ്റ് അല്ല. പ്രോഗ്രഷനാണ് ഇതിൻ്റെ ബേസിക് റൂട്ട് എന്ന് മനസ്സിലാക്കുന്നില്ല, അത് ട്രാക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ റിസൾട്ട്സ് ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഹ്യൂമൻ ബീയിങ്സിന് എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടണം. ഒന്നും കിട്ടാതെ ആരും നിൽക്കില്ല. കിട്ടുന്നുണ്ട്, പക്ഷേ അവർ കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അത് ട്രാക്ക് ചെയ്യുന്നില്ല. എക്സാക്ട്ലി. സോ ഫിസിക്സ് വേഴ്സസ് നോളജ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് വരുന്നുണ്ട്. ഫിസിക്സ് വേഴ്സസ് യെസ്. Can anyone become a trainer without certification? ക്യാൻ എനിവൺ ബിക്കം ട്രെയിനർ വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് തിരിച്ചും ചോദിക്കാം. ക്യാൻ എനിവൺ ബിക്കം ട്രെയിനർ വിത്ത് സർട്ടിഫിക്കേഷൻ? അങ്ങനെയുണ്ടല്ലോ. സർട്ടിഫിക്കേഷൻ കിട്ടില്ലേ? സർട്ടിഫിക്കേഷൻ നമ്മളിപ്പം 3 മാസം ഇരുന്ന് ഇപ്പം ഗ്രീൻസിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അറിയാത്തൊരു കുട്ടി ഗ്രീൻസിൽ ജോയിൻ ചെയ്തു, കുറേ കാലം ക്ലാസ് അറ്റൻഡ് ചെയ്തു, കാണാതെ ഇരുന്ന് പഠിച്ചു. നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും എങ്ങനെ പാസ്സാവണം എക്സാം എന്നുള്ളതൊക്കെ. വൈകിട്ട് പഠിച്ചു പോയി പാസ്സായി, സർട്ടിഫിക്കറ്റ് കിട്ടി, അയാൾ ട്രെയിനിങ് ചെയ്യാൻ എഫിഷ്യൻ്റാണ്. ഇത് രണ്ടും കൂടി വരണം. ഒന്ന്, ഈ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യും. പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ അപ്ലൈ ചെയ്ത് സ്വന്തം ശരീരം ഫിറ്റാക്കി അത് മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ നോളേജ് നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ബേസിക് അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് കുറച്ച് ബേസിക് അടിസ്ഥാനമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് പഠിക്കണം. പിന്നെ നിങ്ങളൊരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ, ഞാനൊരാൾക്കൊരു പൈസ മേടിച്ചുകൊണ്ട് ഒരു സർവീസ് കൊടുക്കുകയാണ്, അറ്റ്ലീസ്റ്റ് അത് അയാൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പർപ്പസ് ഓഫ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക്. അതിനാണ് നമ്മൾ എല്ലാ ഇതിലും ഇപ്പോൾ ഒരു ഡോക്ടറോട് എന്തുകൊണ്ട് ഇത് അയാൾ ഒരു സർജൻ ആണെങ്കിൽ അയാൾക്ക് ഒരു പെർട്ടിക്കുലർ നോളജും സ്കില്ല് എബിലിറ്റി ഉണ്ടെന്ന് അയാൾ പ്രൂവ് ചെയ്യണമെന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത രോഗി മരിച്ചോവും. സെയിം കണ്ടീഷൻ ഹാപ്പൻസ്. നമ്മൾ ഈ കാര്യമൊന്നും അറിയാതെ എൻ്റെ ശരീരത്തിൽ ഞാൻ ബോഡി ബിൽഡിങ്ങിന് കോമ്പറ്റേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എത്ര വെയിറ്റ് ഇട്ട് അടിച്ചു കഴിഞ്ഞാലും താങ്ങുന്നൊരു ശരീരമാണെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ വേറെ ഒരാളെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അയാളെ നട്ടലൊടിയും. അതുകൊണ്ടാണ് അപ്പം സർട്ടിഫിക്കറ്റോ ഫിസിക്കോ രണ്ടും വേണമെന്നുള്ളതാണ് ആക്ച്വലി ആവാനായിട്ട്. ഈസ് എക്സ്പീരിയൻസ് അലോങ് ഇനഫ്? എക്സ്പീരിയൻസ് ഒരു വഴി. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു വഴി, എനിക്ക് ഇവിടുന്ന് എന്താ പറയേണ്ടത്, കാർ ഓടിച്ചിട്ട് ബാംഗ്ലൂർ വരെ പോകാനറിയാം, എനിക്ക് കാർ ഡ്രൈവിംഗ് അറിയാം. പക്ഷേ എൻ്റെ അടുത്തൊരു വലിയ ട്രക്കർ തന്നിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസ് കാർ ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ട്.
എനിക്കറിയാം എന്നെ എങ്ങനെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലേക്ക് എന്തൊക്കെ ഞാൻ ചെയ്യണമെന്നുള്ളത്. ഇതെനിക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. എന്നെ പോലത്തെ ഒരാൾക്ക്, എന്നെ പോലെ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഒരു 60 വയസ്സുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുംബോഡ് ആർത്രൈറ്റീസൊക്കെ ഉള്ള ആമവാദം പിള്ളവാദമുള്ള ഒരു വയസ്സനാണ് വരുന്നത്. അവിടെ എൻ്റെ എക്സ്പീരിയൻസിന് ഒരു വിലയില്ല. അവിടെ ഞാൻ പഠിച്ച എക്സ്പീരിയൻസിന് ഒരു വിലയില്ല. അവിടെയാണ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഇതിനുള്ള കാര്യങ്ങളും സ്പെഷ്യൽ പോപ്പുലേഷൻ എങ്ങനെയാണ് ഇതെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. അപ്പം എക്സ്പീരിയൻസ് അലോൺ ഈസ് നോട്ട് ഇനഫ് ടു ബി എ ട്രെയിനർ. Yes. Thank you. So, does having abs means you understand exercise science? Of course, no. അത് ഒരു പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിനെ ബിൽഡ് ചെയ്യാൻ ആർക്കും പറ്റും. ഒരു പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിനെ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽസ് ബിൽഡാവും, 100% ബിൽഡാവും. ഏതൊരു മസിൽ ഗ്രൂപ്പിനെയാണെങ്കിലും ആ പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിനെ നിങ്ങൾ കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ള മസിൽ ഇംബാലൻസ് ബോഡിയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടേക്ക് അതിന് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതാവും. പക്ഷേ അതൊന്നും ഒരു മസിൽ ബിൽഡിങ് മാത്രമല്ലല്ലോ എക്സസൈസ്. അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് മാത്രമാണോ ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരോഗ്യത്തിന്റെ സ്വഭാവമാണ്. ആരോഗ്യത്തിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു മാറ്റമാണ്. What makes someone truly qualified to a coach? കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പേഴ്സണൽ ട്രെയിനർ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കോച്ച് ഒന്ന് അത്ലറ്റിക് കോച്ചസ് ഉണ്ട്, അത് വേറെ ടോട്ടലി വേറെ ഡിഫറെൻറ്റ് കാറ്റഗറീസാണ്. നമുക്കൊരു ഹ്യൂമൻ ബീയിങ്ങിനെ കോച്ച് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ആദ്യം. ഡിഫറെൻറ്റ് ഹ്യൂമൻ ബീയിങ്സിനെ ഏത് തരത്തിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെയും നോൺ ജഡ്ജ്മെൻ്റലി ആക്സെപ്റ്റ് ചെയ്യാനും അവരെല്ലാം അത് അവരുടെ ബോഡി മൈൻഡ് സെപ്പറേറ്റ് ആണെന്നും ഇത് രണ്ടും മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു ബിലീഫാണ് ഒരു കോച്ചിന് ആദ്യം വേണ്ടത്. ക്ലിയർലി പറയുന്നത് ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലയൻറ്റിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് മാറാൻ പറ്റുന്ന ടൂലി നിങ്ങൾ ബിലീവ് ചെയ്യും. എന്നെ മാറ്റാനുള്ള കഴിവ് ഈ ട്രെയിനർക്ക് ഉണ്ടെന്ന് ക്ലയൻറ്റ് ബിലീവ് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കോച്ചാവണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ ക്ലിയർലി മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. എക്സാക്ട്ലി. എന്ന് പറഞ്ഞാൽ നോൺ ജഡ്ജ്മെൻ്റലി എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലം അത് മനസ്സിലാക്കിയിട്ട് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും ബിഹേവിയറൽ സയൻസിനാണ് ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ്റെ എല്ലാത്തിനും ബാക്കി പോകുന്ന എല്ലാ ഫിറ്റ്നസ് ജേർണീസിൻ്റെ മുകളിലേക്ക് പോകുന്ന വലിയ ഇപ്പോൾ ഹെൽത്ത് കോച്ചാണെങ്കിലും ന്യൂട്രീഷൻ്റെ ഇത് ആയി കഴിഞ്ഞാലും നമ്മൾ ഡീപ്പായിട്ട് ഡയറ്റീഷ്യൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ അവർ പഠിപ്പിക്കുന്നത് ബിഹേവിയർ സ്ട്രാറ്റജീസാണ് മെയിൻലി. ഞാൻ വായിച്ചിട്ടുള്ള പല സെൽഫ് ഹെൽപ്പ് ബുക്കും ആക്ച്വലി ബേസിക്കലി പറയാൻ ശ്രമിക്കുന്നത് ഈ ബിഹേവിയറൽ സയൻസ് ആണ്. അതാണ്. സോ അതുകൊണ്ട് തന്നെ ഗ്രീൻസ് എപ്പോഴും ബിഹേവിയറൽ സയൻസിൽ ഊന്നുന്നത്. കാരണം ഒരാളുടെ സ്വഭാവം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷനിലാണെന്നുണ്ടെങ്കിലും ലൈക്ക് ലിസണിങ്ങിൽ, ദെൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും അതിൽ വർക്കൗട്ട് ആവില്ല. ശരിക്കും പ്രിസൈസ് ആയിരിക്കണം ചില സാധനം. അത് ക്ലിയർലി ആശയം നീ നോക്കിയാൽ മതി. നമ്മളൊക്കെ എത്ര കൊല്ലമായി കാണാൻ തുടങ്ങിയിട്ട് 14-16 കൊല്ലമായിട്ട് ട്രെയിനേഴ്സിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നത്. ആരും ആ പ്രൊഫഷനെ അത്രത്തോളം വേണ്ട രീതിയിൽ അവർ കൊടുക്കുന്ന സർവീസിൻ്റെ വില ട്രെയിനേഴ്സ് മനസ്സിലാക്കുന്നില്ല. അത് നമ്മൾ ആദ്യം കൊടുത്ത ക്വസ്റ്റ്യനിൽ ഈ എക്സസൈസ് പ്രോഗ്രാം മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമാണ്, ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏത് ടൈപ്പിൽ ബോഡി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ട്രെയിനിങ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ കൊണ്ടാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേണിയാണിത്. ഒരാളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരാൾ തടി കൊണ്ട് മാത്രമല്ല, ശരീരം ഫുള്ള് തടിച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ അയാളുടെ മനസ്സ് ഭയങ്കരമായിട്ട് അലസമായിട്ടുണ്ടാവും. ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇറിറ്റേറ്റീവ് കാഴ്ചപ്പാടുകൾ ഇതൊക്കെ ആയിട്ടായിരിക്കും ഒരു ക്ലയൻറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അയാളൊരു 19 കിലോ ഒക്കെ കുറച്ച് വളരെ ഫിറ്റാക്കി ടോട്ടൽ വേറൊരു ഔട്ട്ലുക്കായിട്ട് പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കമ്മിറ്റഡ് സെൽഫ് ഇത് തരുന്നൊരു ജോബാണ് അത്. പക്ഷേ ട്രെയിനേഴ്സ് വളരെ കുറച്ച് ട്രെയിനേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പോൾ വരുന്നുണ്ട്. അത് ട്രെയിനേഴ്സിൻ്റെ കേസിലാണെങ്കിലും ഞാനിപ്പോൾ അനുഭവിക്കുന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു ട്രെയിനറായിട്ട് കണക്ട് ചെയ്ത സമയത്ത് ആ ട്രെയിനർക്കൊരു ട്രോമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആക്ച്വലി ആ ട്രെയിനറുടെ കാര്യങ്ങൾ ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ലൈക്ക് അവിടെ നമ്മളൊരു എന്താ പറയുക, ഒരു കോഴ്സ് സെല് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ ട്രെയിനർക്ക് മനസ്സിലാവുകയാണ്, ഓക്കെ ഇയാൾക്ക് ആക്ച്വലി എൻ്റെ ജീവിതം ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അതൊരു ഒരു കച്ചവടം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ് അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല.
കാരണം അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം അതല്ല അത് ചെയ്യുന്നത്. കാരണം അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു കാര്യം ഗ്രീൻസിൻ്റെ അകത്തുണ്ട്. അത് നമ്മളവരെ ചോദിക്കുന്ന രീതികളുണ്ട്. ലൈക്ക് ഓരോ ഓപ്പണൻ്റ് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്ത് അവരുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവരുടെ പെയിൻ മനസ്സിലാക്കി ആ പെയിനിനൊരു സൊല്യൂഷൻ. ചിലപ്പോൾ ആ പെയിൻ വെച്ചിട്ട് അവർ ഓക്കെ എനിക്ക് വലിയ 1 lakh rupees കോഴ്സ് വേണം അല്ലെങ്കിൽ 50 ഇതിനൊക്കെ റെഡി ആയിരിക്കും. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ആ ട്രെയിനറുടെ പെയിനാണ്. ആ പെയിനെ മനസ്സിലാക്കി ആ പെയിനിന് ഇപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സാധനമാണ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അവർക്ക് ഇപ്പോൾ സ്കില്ലാണെന്നുണ്ടെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്കില്ലിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ നേരെ എയ്സിൻ്റെ സർട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടിടില്ല. ഈവൻ ദോ ആ പെയിന് കൊണ്ട് ആ സ്റ്റുഡൻറ്റ് എപ്പോഴും വേണമെങ്കിൽ 1 lakh rupees അല്ലെങ്കിൽ 2 lakh rupees സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ വില്ലിങ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ പർപ്പസ് സോൾവ് ആവില്ല. ഇല്ല, ആ മീനിങ് ഫുൾനെസ് നമ്മളുള്ള അത് ഏതൊരു പ്രൊഫഷണലായി കഴിഞ്ഞാലും മണി എന്നതിനേക്കാൾ അപ്പുറം ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്താൽ കിട്ടുന്ന റിവാർഡ്സ് വളരെ അധികം. അത് ബേസിക്കലി നേരിട്ട് കിട്ടുന്നതിനേക്കാൾ അപ്പുറം വളരെ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ നമ്മൾ ഇപ്പോൾ ഇതിൽ പറയുന്ന ABC അപ്രോച്ചൊക്കെ ആസ്കിങ് ഓപ്പണൻ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് വന്നു. നമ്മളിപ്പോൾ ഒരാളോട് വളരെ സിമ്പിളായിട്ട് അവർ പറയുന്നത് നിങ്ങളെ ക്ലയൻസിന് ഒരു പ്രശ്നമുണ്ട്, അയാൾക്ക് സമയത്ത് എത്താൻ പറ്റുന്നില്ല, അയാൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈസ് നോട്ട് ഏബിൾ ടു റീച്ച്, ലേറ്റ് ആവുന്നുണ്ട്, കൺസിസ്റ്റൻ്റ്ലി ലേറ്റ് ആവുന്നതിൽ ഇവർക്ക് കുറ്റബോധമുണ്ട്, നിങ്ങൾക്കും അത് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അവർ ഏസ് പറയുന്ന ഒരു ABC അപ്രോച്ചാണ് ആസ്ക് ഓപ്പണൻ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് ദ റിയൽ പ്രോബ്ലം എന്നുള്ളതിലേക്ക് വരിക. അത് ഡയറക്റ്റ് ഇപ്പം നമ്മൾ എക്സസൈസ് ചെയ്യാത്ത ഒരാളോട് എന്തുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വരാൻ പോകുന്ന ആൻസർ സമയമില്ലാന്ന്. ഈ സമയമില്ല എന്ന് പറയുന്നത് ജനറലായിട്ട് പറഞ്ഞാൽ എല്ലാവരും 24 hours ടൈമുള്ളൂ. പക്ഷേ ദ റിയൽ ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ് ആണ് അടുത്ത സ്റ്റെപ്പ്. ആസ്കിങ് ഓപ്പണൻ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ്. എന്താണ് ദ റിയൽ പ്രോബ്ലം? എന്നിട്ട് മൂന്നാമത്തതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, യു ആർ നോട്ട് ഗോയിങ് ടു സേ എ സൊല്യൂഷൻ. നിങ്ങൾ ക്ലയൻറ്റിന് സൊല്യൂഷൻ കൊടുക്കാനേ പോകുന്നില്ല. പ്രോബ്ലം മുന്നിലെടുത്തിട്ടിട്ട് നമ്മൾ അവരോട് ചോദിക്കുകയാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമെന്നല്ല, ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. ആൻസർ വിൽ കം ഫ്രം ഹിം. എന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് വെരി ഈസി. എല്ലാവർക്കും അവരവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം അവരുടെ കയ്യിലുണ്ട്. ഒരാളുടെ ലോക്കിന്റെ കീ അയാളുടെ അടുത്തുള്ളൂ, വേറെ ആളുടെ അടുത്തുമില്ല. അതുകൊണ്ടാണ് ഈ അഡ്വൈസ് വേസ്റ്റായി പോകുന്നത്. ഇതിലൊരിക്കലും പറയുന്നില്ല യു ഗിവ് ആൻ അഡ്വൈസ്. ഒരു അഡ്വൈസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അവരാണ് അവരുടെ ജീവിതം ജീവിക്കുന്നത്. യാസിൻ്റെ ജീവിതം ജീവിക്കുന്ന യാസിനാണ്. എൻ്റെ അഡ്വൈസോ എൻ്റെ ഗോളോ അല്ല നിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കേണ്ടത്. നിന്നോട് ഞാൻ ചോദിക്കുകയാണ് വാട്ട്സ് യുവർ ഗോൾ, അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രോബ്ലത്തിന് നമ്മൾ ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോബ്ലം മുന്നിൽ വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി മനുഷ്യന്മാർ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മളത് ഒഴിവാക്കി നടക്കുക. ആ ബാരിയർ അവിടെ തന്നെ ഉണ്ടാവും. ഒരു ബാരിയർ ഉണ്ട്, നമ്മളത് ഒഴിവായി നടക്കും. അത് നടന്ന് അത് പക്ഷേ ഇതൊരിക്കലും മാറ്റപ്പെടുന്നില്ല. പക്ഷേ ദ ഡേ യു ഫേസ് ഇറ്റ്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ അതിനെ ഓവർകം ചെയ്താൽ അത് ഒഴിവായി. അതാണ് മെത്തേഡ്. അപ്പോൾ ഫേസ് ചെയ്യാൻ സഹായിക്കുക. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നില്ല. അവരെടുത്ത് അതാണ് പറയുന്നത്, ക്ലയൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള റിസോഴ്സ് ക്ലയൻറ്റിൻ്റെ ഉള്ളിലുണ്ടെന്ന് ആദ്യം നമ്മൾ ജെന്യൂൻലി വിശ്വസിക്കും. ആദ്യം നമ്മൾ വിശ്വസിക്കുന്നു അവരെടുത്ത് ഈ റിസോഴ്സ് മുഴുവനുണ്ട്. എന്നിട്ട് നമ്മൾ അത് പുറത്തേക്ക് എടുക്കുകയാണ്. ഭയങ്കര ഡീപ്പാണ്, ട്രാൻസ്ഫോർമേഷനാണ്, ഭയങ്കര ഡീപ്പാണ്. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫിസിക്കും നോളജും തമ്മിലുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഫിസിക്കും നോളജും തമ്മിലുള്ള ചർച്ചയിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഇറ്റ് ഈസ് നോട്ട് ഒരു സർഫസ് ലെയറിൽ കളിക്കുന്ന ഒരു സാധനമല്ല. ഇറ്റ്സ് വെരി 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 ഡീപ്പ്. ലൈക്ക് പ്രോപ്പർ നോളജ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതങ്ങൾ വളരെയധികം മാറ്റുന്നുള്ളതാണ്. സോ അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. വൈ ക്ലയൻറ്റ് സ്റ്റോപ്പ് ഗെറ്റിംഗ് റിസൾട്ട്സ് എന്നുള്ള സെഗ്മെൻറ്റാണ്. അതിൽ വൈ ഡു മെനി പീപ്പിൾ ഹിറ്റ് പ്ലാറ്റ്യൂ.